കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് വന്നേക്ക് ചോദ്യം വെച്ചാൽ, ഭാര്യ താലി ഊരി വെക്കുന്നതും സീമന്തരേഖയിൽ സിന്ദൂരം അണിയാത്തതും ഭർത്താവിന് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു. നമുക്ക് താലി ഊരി വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിവാഹത്തിന്റെ ഒരു സിമ്പിളായിട്ടൊക്കെയാണ് താലിയെ കണക്കാക്കുന്നത്. പഴയ കാലത്തൊക്കെ പറയുന്നത് വെച്ചാൽ താലി ഊരി വെക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഊരി വെച്ചുകൊണ്ട് വലിയ ദോഷമൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭരണമല്ലേ, ആഭരണമായിട്ട് നമ്മൾ കണക്കാക്കി ഇങ്ങനെ കുളിക്കാൻ നേരത്തുമൊക്കെ ഊരി വെക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് ഊരി വെക്കാതിരിക്കുക. അത്യാവശ്യമൊക്കെ ഊരി വെക്കുന്നതുകൊണ്ട് വലിയ തെറ്റില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാനില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീമന്തരേഖ സിന്ദൂരം അണിയുക എന്ന് പറയും. ഈ പീരീഡ് ആവുന്ന സമയത്തൊന്നും അങ്ങനെ ആരും സീമന്തരേഖ സിന്ദൂരം അണിയാറില്ല. ഈ സീമന്തരേഖ സിന്ദൂരം അണിയുന്നതായാലും ഇടക്കാലത്ത് വന്നു ചേർന്നൊരു ആചാരമാണ്. അങ്ങനെ ഒരുപാട് പഴക്കം ഇതിന് പറയപ്പെടാനില്ല. കാരണം പഴയ കാലത്തെ ഭഗവാന്മാരുടെയൊക്കെ ഭഗവതിമാരുടെയൊക്കെ നമ്മൾ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും കാണാൻ അതിനകത്തും ദേവിക്കൊന്നും കുങ്കുമൊന്നും കണ്ടു കാണത്തില്ല. സീമന്തരേഖ ഭഗവതിക്കായാലും അങ്ങനെ പണ്ട് തൊട്ടേ ആചാരം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫോട്ടോയിലൊക്കെ അത് കാണേണ്ടതല്ലേ. പണ്ടത്തെ പല ഫോട്ടോകളും എൻ്റെ ഇല്ലത്തുണ്ട്. അതിനകത്തും തന്നെ ലക്ഷ്മി ദേവിക്കായാലും പാർവതി ദേവിക്കായാലും കുറ്റമായിട്ട് പറയുകയല്ല, ആ ഫോട്ടോയിലൊന്നും അങ്ങനെ സിന്ദൂരം കാണാറില്ല. അപ്പോൾ അങ്ങനെ ആചാരണം ഉണ്ടെങ്കിൽ അന്ന് കാണേണ്ടതല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ തൊടുന്നത് നല്ലതാണ്. തൊട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ഇടയ്ക്ക് വന്ന് ചേർന്നൊരു ആചാരം എന്നുള്ളതേ ഉള്ളൂ. ആചാരം നമ്മൾ കഴിവതും ചെയ്യുന്നത് മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുക. പറഞ്ഞ അശുദ്ധിയും മറ്റു കാര്യങ്ങളും ഉള്ളപ്പോൾ പറഞ്ഞ സിന്ദൂരം തൊട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സിന്ദൂരം തൊടുന്നത് ക്ഷേത്രത്തെ പൂജിച്ച് സിന്ദൂരം തൊടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ല നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് കാര്യമില്ല. കാരണം ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ സിന്ദൂരം കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും അടുത്ത ക്ഷേത്രത്തിൽ കൊടുത്ത് ഒരു ദിവസമെങ്കിലും ദേവീക്ഷേത്രത്തിൽ കൊടുത്ത ഭഗവതി പീഠത്തെ വെച്ച് സിന്ദൂരം തൊടുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയപ്പെടുന്നത്. പിന്നെ കാര്യമുണ്ട്, സിന്ദൂരം തൊട്ടിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ പോവുക, അല്ലെ ഒരാൾക്ക് ഒരു ആപത്തുണ്ടാവുന്ന രീതി പ്രാകുക. അതുകൊണ്ടൊന്നും ഇങ്ങനെയുള്ള തൊട്ടിട്ട് ഒരു കാര്യവും ഇല്ല. നല്ല മനസ്സുള്ളവർ നല്ല മനസ്സായിട്ട് തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടേ കാര്യമുള്ളൂ. ആചാരങ്ങളെന്ന് വെച്ചാൽ അനുഷ്ഠാനങ്ങൾക്ക് അതിൻ്റെയുള്ള പവിത്രതയുണ്ട്. ആ പവിത്രത സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നവർ ഇതൊക്കെ ചെയ്യുക. എല്ലാത്തവർക്കും ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുക, അതാണ് എൻ്റെ രീതി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾക്ക് ഉള്ള മറുപടിയായി ഇനിയും കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.